ഭാസ്കര കുമ്പളയ്ക്ക് നാടിൻ്റെ സ്മരണാഞ്ജലി. 28ാം രക്തസാക്ഷിത്വ ദിനത്തിൽ കുമ്പളയിൽ പ്രകടനവും അനുസ്മരണ സമ്മേളനവും നടന്നു. RSS BJP അക്രമി സംഘം ഓടുന്ന ബസ്സിലിട്ട് വെട്ടിക്കൊലപ്പെടുത്തിയ ഡിവൈഎഫ്ഐ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗവും കുമ്പള ബ്ലോക്ക് സെക്രട്ടറിയുമായിരുന്ന ഭാസ്കര കുമ്പളയുടെ 28ാം രക്തസാക്ഷിത്വ വാർഷിക ദിനത്തിൽ ഓർമ്മ പുതുക്കി നൂറുകണക്കിന് പേരാണ് കുമ്പളയിൽ ഒത്തുകൂടിയത്. ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശാന്തിപ്പള്ളം കേന്ദ്രീകരിച്ച് വൈറ്റ് വളണ്ടിയർ മാർച്ചും പ്രകടനവും നടന്നു. അനുസ്മരണ പൊതുയോഗം ഡിവൈഎഫ്ഐ മുൻ അഖിലേന്ത്യാ പ്രസിഡന്റായിരുന്ന മന്ത്രി PA മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു. ഭാസ്കര കുമ്പളയെ ഇല്ലാതാക്കിയതിലൂടെ ഭാസ്കര കുമ്പള ഉയർത്തിയ ആശയത്തെ, മതനിരപേക്ഷതയുടെ ആശയത്തെ, ഭാസ്കര പ്രവർത്തിച്ച ഡിവൈഎഫ്ഐ എന്ന പ്രസ്ഥാനത്തെ ഇല്ലാതാക്കാം എന്നാണ് RSS ആഗ്രഹിച്ചതെങ്കിൽ 1997 നിന്നും 2025 നമ്മൾ ഇവിടെ എത്തി നിൽക്കുമ്പോൾ ഡിവൈഎഫ്ഐ പടർന്ന് പന്തലിച്ച് രാജ്യത്തെ ഏറ്റവും വലിയ യുവജന പ്രസ്ഥാനമായി മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. സഖാവ് ഭാസ്കര നമ്മളെ വിട്ടുപിരിഞ്ഞെങ്കിലും ഭാസ്കര ഉയർത്തിപ്പിടിച്ച ആശയങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ, പ്രചരിപ്പിക്കാൻ നമ്മൾ ഓരോരുത്തരും ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. CPIM ജില്ലാ സെക്രട്ടറി M രാജഗോപാലൻ, ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി രജീഷ് വെള്ളാട്ട്, ജില്ലാ പ്രസിഡന്റ് ഷാലു മാത്യു, സംസ്ഥാന കമ്മിറ്റി അംഗം K സബീഷ് തുടങ്ങിയവർ പങ്കെടുത്തു. ചൊവ്വാഴ്ച രാവിലെ ഷേഡിക്കാവിലെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയ്ക്ക് ശേഷം നടന്ന അനുസ്മരണ യോഗം CPIM സംസ്ഥാന കമ്മിറ്റി അംഗം CH കുഞ്ഞമ്പു MLA ഉദ്ഘാടനം ചെയ്തു. കൈരളി ന്യൂസ്, കാസർഗോഡ്.